റെയിൽവേ സ്റ്റേഷനുകളിലെ പാർക്കിംഗ് നിരക്ക് കൂട്ടിയതിനെതിരെ പ്രതിഷേധവുമായി യാത്രക്കാർ. നിരക്ക് വർധന പിൻവലിക്കണമെന്നതാണ് യാത്രക്കാരുടെ ആവശ്യം. 20 മുതൽ 30% വരെയാണ് പാർക്കിംഗ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 2018 ശേഷം ആദ്യമായാണ് റെയിൽവേ സ്റ്റേഷനുകളിലെ വാഹന പാർക്കിംഗ് നിരക്ക് പരിഷ്കരിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾക്ക് 2 മണിക്കൂർ വരെ 10 രൂപയും 8 മണിക്കൂർ വരെ 20 രൂപയും 24 മണിക്കൂർ വരെ 30 രൂപയുമാണ് പുതുക്കിയ നിരക്ക്. മുച്ചക്ര വാഹനങ്ങൾക്കും 4 ചക്ര വാഹനങ്ങൾക്കും ഇത് 30, 50, 80 രൂപ എന്നിങ്ങനെയാണ്. 2 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെയുള്ള ഫീസിന് പകരം 2 മുതൽ 8 മണിക്കൂർ വരെയുള്ള ഫീസാണ് ഇപ്പോൾ ഈടാക്കുന്നത്. വണ്ടി പാർക്ക് ചെയ്യാൻ നമുക്ക് വണ്ടി നനയാതെ സൂക്ഷിക്കണം. അതാ മെയിന്. 10 രൂപ 20 രൂപ കൂടിയതിൻ്റെ അല്ല. അപ്പം അതിൻ്റെ അനുസരിച്ച് മെയിൻ്റെനൻസ് അവരും കാണിക്കണം. പുതിയ നിരക്കിൽ കൂടിയത് 10 രൂപ മുതൽ 400 രൂപ വരെയാണ്. പ്ലാറ്റ്ഫോം ടിക്കറ്റിന് 10 രൂപ വാങ്ങുമ്പോൾ കാർ പാർക്കിങ്ങിന് വാങ്ങുന്നത് 30 രൂപയാണ്. പാർക്ക് ചെയ്ത വാഹനത്തിന് യാതൊരു സുരക്ഷിതത്വവും നൽകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഇരുചക്ര വാഹനങ്ങൾക്കും കാർ അടക്കമുള്ള മറ്റു വാഹനങ്ങൾക്കും പാർക്കിങ്ങിന് വൻതുകയാണ് ഈടാക്കുന്നത്. ഇത് കാരണം റെയിൽവേ സ്റ്റേഷന് പുറത്ത് പോലും മുനിസിപ്പാലിറ്റിയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ പോലും വാഹനങ്ങൾ പാർക്ക് ചെയ്തതിന് ശേഷം യാത്രക്കാർ പോകുന്ന അവസ്ഥയാണുള്ളത്. ഇത് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ വലിയ തുക ഈടാക്കുന്ന കരാറുകാർ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. ജൂൺ മാസം 1 മുതലാണ് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നത്. എന്നാൽ നിരക്ക് വർധന യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലാണെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. പാർക്കിംഗ് ഫീസിലെ വർധനവ് റെയിൽവേയും കരാറുകാരും പുനഃപരിശോധിച്ച് പ്രശ്നം പരിഹരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.